നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷലഹരിയിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം ഉൾക്കൊണ്ട് പ്രാർത്ഥനകളും ആഘോഷങ്ങളുമായി ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ഉത്സവമാക്കുവാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിൽ വിശ്വാസികൾ. കുമ്പള ആരിക്കാടി ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് ശ്രമമെന്ന് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. സംഭവത്തിലെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും കെ ശ്രീകാന്ത്. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിനും പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിനും അരികിലുള്ള കുഴി അപകട ഭീഷണി ഉയർത്തുന്നു. അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തം. കാസർഗോഡ് ജില്ലയിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിലെ 94.72% പേരെ SIR പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുവാൻ സാധിച്ചതായി ജില്ലാ കളക്ടർ. കേരളയാത്രയുടെ മുന്നോടിയായി ജില്ലയിലെമ്പാടും നടക്കുന്ന സന്ദേശയാത്ര 25-ന് പടന്നയിൽ നിന്നും പ്രയാണം തുടങ്ങും. ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും. NREG വർക്കേഴ്സ് യൂണിയൻ സ്റ്റേറ്റ് ബാങ്ക് തൃക്കരിപ്പൂർ ശാഖയ്ക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് കാലിക്കടവ് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ മര ഉരുപ്പടിശാലയിൽ വൻ തീപിടുത്തം. പ്ലെയിനർ മെഷീനും അനുബന്ധ ഉപകരണങ്ങളും മര ഉരുപ്പടികളും കത്തി നശിച്ചു. വാർത്തകൾ വിശദമായി. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷ ലഹരിയിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം ഉൾക്കൊണ്ട് പ്രാർത്ഥനകളും ആഘോഷങ്ങളുമായി ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ഉത്സവമാക്കുവാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് വിശ്വാസികൾ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളിലും അനുബന്ധ കർമ്മങ്ങളിലും പ്രാർത്ഥനാ ചടങ്ങുകളിലും വിശ്വാസികൾ പങ്കുചേരും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന വചനം ആവർത്തിക്കുകയാണ് ഓരോ ക്രിസ്മസും. വിശ്വാസദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്രവിളക്കുമായി വിശ്വാസികൾ പുണ്യരാവിനെ എതിരേൽക്കുന്ന ദിനം. പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത്. വീടുകളിലും പള്ളികളിലുമെല്ലാം പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രധാനമാണ് രാത്രിയിലെ കരോൾ സംഘങ്ങൾ. ജാതിമത ചിന്തകൾക്കപ്പുറം ആശംസകൾ പറഞ്ഞും സമ്മാനങ്ങൾ കൈമാറിയും ലോകമെങ്ങും ക്രിസ്മസിനെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പിലിക്കോട് കാലിക്കടവ് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ മര ഉരുപ്പടിശാലയിൽ വൻ തീപിടുത്തം. പ്ലെയിനർ മെഷീനും അനുബന്ധ ഉപകരണങ്ങളും മര ഉരുപ്പടികളും കത്തി നശിച്ചു. കാലിക്കടവ് ടൗണിലെ മിനി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ടിംബർ ആർട്ട് കടയിലാണ് തീപിടുത്തമുണ്ടായത്. ചൊവ്വാഴ്ച രാത്രിയാണ് പ്ലെയിനർ മെഷീനിനടുത്ത് തീ പിടിച്ചത്. പിന്നീട് മര ഉരുപ്പടികളിലേക്ക് തീ കത്തിപ്പടരുകയായിരുന്നു. രാത്രി തൃക്കരിപ്പൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. രാജ്മോഹന്റെ ഉടമസ്ഥതയിലുള്ള കട മറ്റൊരാളാണ് നടത്തുന്നത്. നാട്ടുകാർ തീപിടുത്തം കണ്ട് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചതുകൊണ്ട് തൊട്ടടുത്ത ഓയിൽ മില്ലിലേക്ക് തീ പടർന്ന് വലിയ നാശത്തിലേക്ക് എത്തുന്നത് ഒഴിവായതിൻ്റെ ആശ്വാസത്തിലാണ് വ്യാപാരികളും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കുമ്പള ആരിക്കാടി ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് മുസ്ലിം ലീഗും CPM-ഉം ശ്രമിക്കുന്നതെന്ന് BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തി രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് കെ ശ്രീകാന്ത് ആവശ്യപ്പെട്ടു. കുമ്പള ആരിക്കാടി ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ ജനപ്രതിനിധികളുടെയോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയോ യോഗം വിളിച്ചിട്ടില്ലെന്നും ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടാക്കിയിട്ടില്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തി രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്ന് BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയിൽ റിട്ട് ഹർജികൾ തള്ളുകയും അതിനെതിരെ നൽകിയ അപ്പീൽ പരാജയപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായ സാഹചര്യത്തിൽ ആ ജാള്യത മറച്ചുവെക്കുവാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതെന്നും ശ്രീകാന്ത് ആരോപിച്ചു. കുമ്പള ആരിക്കാടി ദേശീയപാതയിൽ ടോൾ പ്ലാസ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സഖ്യം
അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതുവഴി ജനങ്ങളെ തെറ്റിദ്ധരിക്കാനാണ് മഞ്ചേശ്വരം MLA അഷ്റഫും അതുപോലെ തന്നെ CPMൻ്റെ കുമ്പള ഏരിയ സെക്രട്ടറി സുബൈറും ശ്രമിക്കുന്നത്. ജനപ്രതിനിധികളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ യോഗം വിളിച്ചിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായിട്ടുള്ള വിവാദം സൃഷ്ടിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ സഖ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ രണ്ടു കൂട്ടരും കാണിക്കുന്നത് കാപ്പട്യമാണ്, ജനവഞ്ചനയാണ്. കാരണം ഇല്ലാത്തൊരു യോഗത്തിൽ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ടർ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ കുമ്പള ഏരിയ സെക്രട്ടറി സുബൈർ മുസ്ലിം ലീഗിൻ്റെ ഏജൻ്റാണ്. അദ്ദേഹം മഞ്ചേശ്വരം MLA അഷ്റഫിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ഈ രണ്ടു കൂട്ടരും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ്. ജനങ്ങൾ ഈ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവരുടെ കാപട്യവും അതുപോലെ തന്നെ പൊള്ളിയായിട്ടുള്ള ആരോപണങ്ങളും തള്ളിക്കളിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വിഷയത്തിൽ ഇരു കൂട്ടരുടെയും കാപട്യം ജനങ്ങൾ തിരിച്ചറിയണമെന്നും K. ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിനും പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിനും അരികിലുള്ള കുഴി അപകട ഭീഷണി ഉയർത്തുന്നു. ഡ്രൈവർമാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ദുരിതമാകുന്ന ഈ കുഴിയടച്ച് സുരക്ഷ ഉറപ്പാക്കുവാൻ നടപടികളില്ലെന്ന പരാതി ശക്തമാണ്. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിനും പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിനും അരികിലൂടെ കരുതലോടെ പോയില്ലെങ്കിൽ വലിയ അപകടം തന്നെ സംഭവിച്ചേക്കാവുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഡ്രൈവർമാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തി വലിയ കുഴിയാണ് ഇവിടെയുള്ളത്. കാൽനടയാത്രക്കാരുടെ കാൽ മാത്രമല്ല, വാഹനങ്ങളുടെ ടയർ വരെ വീഴ്ത്തുന്ന വീതിയിലും ആഴത്തിലുമുള്ളതാണ് ഈ വൻ കുഴി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നവർക്ക് മാത്രമല്ല, ജില്ലയിലെ ജനപ്രതിനിധികളും കലക്ടറും വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികളും കടന്നുപോകുന്ന റോഡിൽ മാസങ്ങളായി അപകടത്തിന്റെ വാപ്പിളർന്നു നിൽക്കുന്ന കുഴി അടച്ച് സുരക്ഷ ഉറപ്പാക്കുവാൻ നടപടികളില്ലെന്ന പരാതി ശക്തമാണ്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം വാഹനങ്ങൾക്ക് ഇതുവഴി പോകുവാൻ. ഏത് സമയത്തും വാഹനങ്ങളുടെ ടയർ കുഴിയിൽ വീഴാം. ടയർ കുരുങ്ങിയാൽ പുറത്തെടുക്കുന്നത് ദുഷ്കരമാകും. ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ ചോർച്ച കാരണം വെള്ളക്കെട്ടുണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. വെള്ളക്കെട്ടുണ്ടായാൽ കുഴി കാണുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. ഇത് വാഹനങ്ങൾക്ക് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. മഴക്കാലമാകുമ്പോൾ ഈ ദുരിതം വർദ്ധിക്കും. അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിലെ 94.72% പേരെ SIR പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുവാൻ സാധിച്ചതായി ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ പറഞ്ഞു. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന് ശേഷം കാസർഗോഡ് ജില്ലയിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ പറഞ്ഞു. ജില്ലയിലെ 94.72% പേരെ SIR പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തുവാൻ സാധിച്ചു. 10,21,345 പേരാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടത്. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും BLOമാരും കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, SC ST പ്രൊമോട്ടർമാർ തുടങ്ങി നിരവധി പേർ പ്രവർത്തനത്തിന്റെ ഭാഗമായി. SIR പ്രവർത്തനത്തിൽ പൂർണ്ണ തൃപ്തനാണെന്നും കലക്ടർ പറഞ്ഞു. നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ SIR കാര്യങ്ങൾ എനുമറേഷൻ ഫേസ് പൂർത്തീകരിച്ച് ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ചടങ്ങിലാണ് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്ന ഈ ഡ്രാഫ്റ്റ് പ്രകാരം നമ്മുടെ ജില്ലയിൽ 10,21,345 വോട്ടർമാരാണ് റെക്കോർഡ് പ്രകാരം ഉള്ളത്. അത് എന്ന് പറയുന്നത് നമ്മൾ എനുമറേഷൻ ഫോം കൊടുത്തതിൽ 94.72% ആളുകളെ നമ്മൾ ഡ്രാഫ്റ്റ് റോളിൽ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് ഡ്രാഫ്റ്റ് റോള് പൊളിറ്റിക്കൽ പാർട്ടി അംഗങ്ങൾക്ക് നമ്മൾ കൈമാറും. അതേ റോള് ഓൺലൈനിലും അവൈലബിൾ ആവും. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും വെരിഫൈ ചെയ്യാം. ഇപ്പോൾ കാസർഗോഡിലുള്ള നമ്മുടെ ആൾക്കാരോട് പറയാനുള്ളത്, ഈ നിങ്ങളുടെ പേര് ഈ ഡ്രാഫ്റ്റ് റോളിൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അഥവാ നിങ്ങൾ പേര് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫോം 6 പുതിയ അപേക്ഷ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മൾ ഈ ഒരു ഡ്രാഫ്റ്റ് റോൾ ഇന്ന് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ജനുവരി 22-ാം തീയതി വരയ്ക്കും ക്ലൈംസ് ആൻഡ് ഒബ്ജക്ഷൻ പീരീഡ് ആണ്. 14th ഫെബ്രുവരി വരയ്ക്കും നമ്മൾ നോട്ടീസ് പീരീഡ് ആണ്. അതായത് ഈ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് നോട്ടീസ് കൊടുക്കാനുള്ള തീരുമാനം EROമാരാണ് എടുക്കുന്നത്. EROമാരെ നോട്ടീസ് ഇഷ്യൂ ചെയ്യും. അതിനുശേഷമാണ് അത് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജില്ലയെ സംബന്ധിച്ചോളം അൺകളക്റ്റബിൾ ആയിട്ടുള്ളത്
56,911 അതിൽ ഡെത്ത് കേസുകൾ വന്നിരിക്കുന്നത് 18,386. അൺട്രേസബിൾ ആബ്സെന്റ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് 13,689. പെർമനന്റ്ലി ഷിഫ്റ്റ് ആയി പോയവർ 20,459. ആൾറെഡി എൻറോൾ ആയിരിക്കുന്നവർ ഡബിളിംഗ് അതുമാതിരി കേസുകൾ 2,571. ബാക്കിയുള്ള കാറ്റഗറി വരുന്നത് 1,806. അങ്ങനെ 56,911 ആളുകളാണ് നമ്മൾ അൺകളക്ടറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു അൺമാപ്പിംഗ്, അതായത് നോ മാപ്പിംഗ് ചെയ്തിരിക്കുന്ന കേസുകൾ 30,590 അത് 2.84% ആളുകൾ മാത്രമേ നമ്മൾ നോ മാപ്പിംഗ് പ്രോജന മാപ്പിംഗിൽ വരാതെ ആളുകൾ 30,500 ആളുകൾ മാത്രമേ ഉള്ളൂ. ഇത് സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും വളരെ കുറവായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആണ്. നമ്മൾ BLOമാരും നമ്മുടെ BLO സൂപ്പർവൈസർമാരും വളരെ അധ്വാനിച്ച് ഈ ഒരു നോ മാപ്പിംഗ് കേസുകൾ വളരെ കുറവായിട്ടാണ്. 30,590 കേസുകൾ മാത്രമേ നോ മാപ്പിംഗ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരെയും നമ്മൾ either സെൽഫായിട്ടും ഇല്ലെങ്കിൽ പ്രോജനി ആയിട്ടും നമ്മൾ മാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കരട് പട്ടികയിൽ പരാതികളും ആക്ഷേപങ്ങളും 2026 ജനുവരി 22 വരെ ഉന്നയിക്കാം. ഫെബ്രുവരി 21 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. പേര് ചേർക്കുന്നതിന് ഫോറം 6 പൂരിപ്പിച്ച് സമർപ്പിക്കണമെന്നും കലക്ടർ പറഞ്ഞു. മരണപ്പെട്ട 18,386 പേരും ബന്ധപ്പെടുവാൻ കഴിയാത്ത 13,689 പേരും സ്ഥലം മാറിപ്പോയ 20,459 പേരും 2 തവണ പേരുള്ള 2,571 പേരും മറ്റു വിഭാഗത്തിൽ 1,806 പേരുമായി ജില്ലയിലെ 56,911 പേർ SIRൽ ഉൾപ്പെട്ടിട്ടില്ല. 5.28% പേരാണ് ഇത്തരത്തിൽ SIRന്റെ ഭാഗമാകാത്തത്. കരട് വോട്ടർ പട്ടിക ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. കരട് വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിലെ ബൂത്തുകളുടെ എണ്ണം 983 നിന്നും 1,141 ഉയർന്നു. 158 ബൂത്തുകൾ പുതുതായി രൂപീകരിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കാസർഗോഡ് ചെർക്കളയിൽ നിന്നും ആരംഭിക്കുന്ന കേരള യാത്രയുടെ മുന്നോടിയായി ജില്ലയിലെമ്പാടും നടക്കുന്ന സന്ദേശയാത്രാ പ്രയാണം ഡിസംബർ 25 പടന്നയിൽ തുടക്കമിടും. ഉച്ചകഴിഞ്ഞ് 2:30 സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് KS അറ്റക്കോയ തങ്ങൾ കുമ്പോൾ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്നേഹവും സൗഹാർദ്ദവും ഊട്ടി ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള യാത്രയുടെ മുന്നോടിയായി 3 ദിവസങ്ങളിൽ കാസർഗോഡ് ജില്ലയിലെ 9 സോണുകളിലും പ്രയാണം നടത്തുന്ന സന്ദേശയാത്രയ്ക്ക് തുടക്കമിട്ട് ഡിസംബർ 25 ഉച്ചയ്ക്ക് 1:30 ബീരിച്ചേരി മക്കാം സിയാറത്ത് നടക്കും. ഉച്ചകഴിഞ്ഞ് 2:30 പടന്നയിൽ സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് KS അറ്റക്കോയ തങ്ങൾ കുമ്പോൾ സന്ദേശയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ജാഥാനായകൻ മുഹമ്മദ് അലി സക്കാഫി തൃക്കരിപ്പൂർ പതാക ഏറ്റുവാങ്ങും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹസനുൽ അഹ്ദൽ തങ്ങൾ അധ്യക്ഷത വഹിക്കും. പ്രമുഖരായ നേതാക്കൾ പ്രസംഗിക്കും. ആദ്യ ദിനം കാഞ്ഞങ്ങാട്ടും ബേക്കൽ ജംഗ്ഷനിലും സ്വീകരണം നൽകും. ഡിസംബർ 26 ഉച്ചകഴിഞ്ഞ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തും വൈകുന്നേരം മുള്ളേരിയയിലും 6:30 ബദിയടുക്കയിലും സ്വീകരണം നൽകും. ഡിസംബർ 27 ഉച്ചകഴിഞ്ഞ് 2:30 കുമ്പളയിലും വൈകുന്നേരം 4 മണിക്ക് ബന്ദിയോട്ടും സ്വീകരണത്തിന് ശേഷം വൈകുന്നേരം 6 മണിക്ക് മജീർ പള്ളയിൽ സമാപിക്കും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം മേത്തിയ ബൂക്കർ മുസ്ലിയാർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കേരള യാത്രയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ജില്ലയിൽ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലാ യാത്ര ഈ വരുന്ന ഡിസംബർ 25, 26, 27 തീയതികളിലായി നടക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ പ്രസ്ഥാനത്തിന് 9 സോണുകളാണ്. ഓരോ സോണുകളിലും ഓരോ സ്വീകരണ കേന്ദ്രം എന്ന രൂപത്തിലാണ് നാം ഈ ജില്ലാ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം 25-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 പടന്നയിൽ നിന്ന് തുടങ്ങുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ചെർക്കളയിൽ ജനുവരി 1 പരിപാടി നടക്കുന്നത്. മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദിന്റെ പേരിൽ സജ്ജീകരിക്കപ്പെട്ട ആ നഗരിയിലാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രചരണാർത്ഥം നടക്കുന്ന ഈ പരിപാടിയുടെ ജില്ലാ പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ പടന്നയിൽ വെച്ചാണ്. പടന്നയിൽ 25-ാം തീയതി 2:30 മണിക്ക് ആദ്യത്തെ പരിപാടി നടക്കും. അബ്ദുൽ ഖാദിർ സക്കാഫി കാട്ടിപ്പാറ, യൂസുഫ് മദനി ചെറുവത്തൂർ, AB അബ്ദുല്ല മാസ്റ്റർ, EK അബൂബക്കർ, MTP ഇസ്മായിൽ സഅദി, അബ്ദുൽ ജലീൽ സക്കാഫി മാവിലാടം, കിലർ അഹമ്മദ് സക്കാഫി, ഷാഹിദ് EM പെട്ടിക്കുണ്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുവാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുവെന്നും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റുവാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടും NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ബാങ്ക് തൃക്കരിപ്പൂർ ശാഖയ്ക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കി നരേന്ദ്രമോദിയെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യവുമായാണ് തൊഴിലാളികൾ തൃക്കരിപ്പൂർ ടൗണിൽ മാർച്ച് പാസ്റ്റ് നടത്തിയത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃക്കരിപ്പൂർ ശാഖ പരിസരത്ത് നടന്ന പ്രതിഷേധ ധർണ NREG വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. മെല്ലെ മെല്ലെ ഒന്ന് ഞെരുക്കാനുള്ള സമീപനം സ്വീകരിച്ചു. അത് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പദ്ധതി വിഹിതത്തിനകത്ത് തന്നെ വെട്ടിക്കുറവുകൾ ഓരോ ഘട്ടത്തിലും വരുത്തുകയാണ്. അപ്പോൾ NREG വർക്കേഴ്സ് യൂണിയനും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയനും ഈ വിഷയത്തെ വളരെ ശ്രദ്ധേയമായ നിലയിൽ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിനകത്ത് നമുക്കറിയാം, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ രാഷ്ട്രീയത്തിന്റെ നിറം നോക്കാതെ, മതത്തിന്റെയോ ജാതിയുടെയോ തുരുത്തുകൾ നോക്കാതെ എല്ലാ വിഭാഗം ഗ്രാമീണ ദാരിദ്ര്യ മേഖലക്കകത്തും പുരോഗതി ഉണ്ടാവുക, എല്ലാ ഗ്രാമീണ മേഖലക്കകത്തും സാമ്പത്തികപരമായ സ്വയം പര്യാപ്തതയുടെ പുതിയൊരു വഴിയിൽ കടന്നു പോവുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനം ഏറ്റവും മാതൃകാപരമായി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ 19ഓടുകൂടി മോദി സർക്കാർ ഇതിനുമേലെ ചില കടന്നുകയറ്റങ്ങൾ നടത്താൻ തുടങ്ങി. NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് TV. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം AV. രമണി, ഏരിയ കമ്മിറ്റി അംഗം T. ശ്യാമള, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M. രാമചന്ദ്രൻ, KV. രാധ, CPM തൃക്കരിപ്പൂർ ലോക്കൽ സെക്രട്ടറി TP. ഉഷ, VV. സുരേശൻ, TV. പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ K. കരുണാകരന്റെ 15ാം ചരമവാർഷികം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ക്ലോക്ക് ടവർ പരിസരത്ത് നടന്ന അനുസ്മരണ യോഗം കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK. രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ K. കരുണാകരന്റെ 15ാം ചരമവാർഷികം തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ K. കരുണാകരന്റെ 15ാം ചരമവാർഷികം ആചരിച്ചു. ക്ലോക്ക് ടവർ പരിസരത്ത് നടന്ന അനുസ്മരണ യോഗം കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK. രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒത്തൊരുമിച്ചുകൊണ്ട് വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ച ലീഡർ തന്നെയാണ്. കേരളത്തിലെ സർവ്വതോന്മുഖമായ വികസനത്തിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ലീഡർ യുവാക്കളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അശ്രാന്ത ശ്രദ്ധ പതിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അതേപോലെ തന്നെ കോൺഗ്രസ് തകർന്ന സമയത്ത് കോൺഗ്രസിന് 9 അംഗങ്ങൾ മാത്രം നിയമസഭയിൽ ഉണ്ടാകുമ്പോൾ ആ 9 അംഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിശക്തമായ ഒരു പ്രസ്ഥാനമാക്കി കേരളത്തിൽ തിരിച്ചു വരാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ലീഡർ ഇന്നും ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുകയാണ്. 15ാമത് ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇന്ന് കാണുന്ന വികസിത കേരളത്തെ മുന്നിൽ നിന്നും നയിച്ച മഹാനായ ഭരണാധികാരിയാണ് ലീഡർ K. കരുണാകരനെന്ന് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK. രാജേന്ദ്രൻ പറഞ്ഞു. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M. രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KP. പ്രകാശൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ P. കുഞ്ഞിക്കണ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV. വിജയൻ, DKTF സംസ്ഥാന ജനറൽ സെക്രട്ടറി C. രവി, PV. കണ്ണൻ മാസ്റ്റർ, KP. ദിനേശൻ, K. പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. പുഷ്പാർച്ചനയ്ക്ക് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രമീഷ് തൈക്കീൽ, KP. ജയദേവൻ, M. രാഘവൻ മാസ്റ്റർ, MK. പ്രസന്ന, അജിത് തൈക്കീൽ, KNC ഇബ്രാഹിം, UK. ഹരീശൻ, KU. രാമദാസ്, മനോഹരൻ ഈയക്കാട് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
കേരള മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ 15ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ യോഗം നടന്നത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ 15ാം ചരമവാർഷിക ദിനം കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ ലീഡർ കെ കരുണാകരന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി വി ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനം KPCC സെക്രട്ടറി M അസിനാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറശോഭയോടെ നിലനിൽക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കേരളത്തിലെ അതുല്യമായ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ എല്ലാ പ്രതിസന്ധികൾക്കിടയിലും നിന്ന് പ്രവർത്തിച്ച ബഹുമാന്യനായ ശ്രീ കെ കരുണാകരൻ അവരുടെ ഓർമ്മ ദിനമായി ഇന്ന് അദ്ദേഹം നമ്മിൽ വേർപിരിഞ്ഞ് 15 വർഷം കഴിയുമ്പോഴും ആ ഓർമ്മകളാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും മുമ്പോട്ട് നയിക്കുന്നത്. ആ ഓർമ്മകൾ ഒരിക്കലും മരണമില്ല. ആ ദീപ്ത സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. രാജഗോപാലൻ KP ബാലകൃഷ്ണൻ, അനിൽ വാഴ്ന്നൂരടി, വേണുഗോപാലൻ, PV സുജിത്, വിജയലക്ഷ്മി പുരുഷോത്തമൻ, A തോമസ്, രാജൻ ഐങ്ങോത്ത്, അജയ്കുമാർ, N മനോജ്, രതീഷ് OV, MK അലാമി, സൂര്യപ്രഭ, ജയശ്രീ, വാർഡ് കൗൺസിലർ ചന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 37ാമത് ദേശീയ സബ് ജൂനിയർ ടെന്നിക്കോറ്റ് ചാമ്പ്യൻഷിപ്പിന് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ആവേശത്തുടക്കം. 18 സംസ്ഥാനങ്ങളിൽ നിന്നായി ആൺകുട്ടികളും പെൺകുട്ടികളും അണിനിരന്ന ചാമ്പ്യൻഷിപ്പിന്റെ മുന്നോടിയായി ടൗണിലൂടെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തിയ താരങ്ങളെ സ്വീകരിച്ചാനയിച്ചു. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ കായിക സംഘാടകരും ജനപ്രതിനിധികളും വിവിധ സംഘടനാ ഭാരവാഹികളും സ്വീകരണത്തിന് നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് കളിക്കാരുടെ മാർച്ച് പാസ്റ്റും നടന്നു. തുടർന്ന് അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി MR ദിനേശ് കുമാർ, സംസ്ഥാന പ്രസിഡന്റ് M മധു, ജില്ലാ പ്രസിഡന്റ് M രവി എന്നിവർ അസോസിയേഷൻ പതാകകൾ ഉയർത്തി. ചാമ്പ്യൻഷിപ്പ് മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ M മുഹമ്മദ് റാഫി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള ഒരുപാട് സ്പോർട്സ് പരമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാഷണൽ ടീമിന് വേണ്ടിയിട്ടും നാഷണലിന് വേണ്ടിയിട്ടും അതുപോലെ സ്റ്റേറ്റിന് വേണ്ടിയിട്ടും ഒരുപാട് നല്ല പ്ലെയേഴ്സിനെ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് നല്ല പ്ലെയേഴ്സിനെ വാർത്തെടുത്ത് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുള്ള എല്ലാ സജ്ജമായ കാര്യങ്ങളും എല്ലാവരും ചെയ്യണം. കൂടുതൽ മലയാളത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നും മനസ്സിലാവില്ലാന്ന് തോന്നുന്നു. എല്ലാവരും പുറത്തുനിന്ന് വന്ന ആൾക്കാരല്ലേ. അപ്പോൾ आप लोग सब मलयालम जानता है क्या नहीं है ना? आप लोगों को लिए बहुत अच्छा प्लेटफॉर्म मिला है इधर. आप लोग अच्छा से खेलो, अच्छा से खेल के आप इंडिया के लिए खेलने के लिए कोशिश करो. आप लोग के लिए सबके लिए ऑल द बेस्ट बोल रहा हूँ. आप लोग अच्छा खेल के जीत के वापस जाने हैं. സംഘാടക സമിതി ചെയർമാൻ VK ഭാവ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്യാമ സ്വാമിനാഥൻ, ട്രഷറർ HS ശ്രീകാന്ത്, ടെന്നിക്കോയിറ്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KV ബിജു, സംഘാടക സമിതി ജനറൽ കൺവീനർ KV ഗോപാലൻ, ജില്ലാ പഞ്ചായത്ത് അംഗം M മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MTP ഷാഹിന, KK രാജേന്ദ്രൻ, VPP മുസ്തഫ, M മധു, M രവി, CV വിജയരാജ്, M ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം 4 മണിക്ക് ക്രിസ്തുമസ് ആഘോഷവും ബ്രോഷർ പ്രകാശനവും നടന്നു. മുൻ ഇന്ത്യൻ ഫുട്ബോളർ M സുരേഷ് മുഖ്യാതിഥിയായിരുന്നു.
തുടർന്ന് വിവിധ കലാസാംസ്കാരിക പരിപാടികളും നടന്നു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സെന്റ് മേരീസ് AUP സ്കൂൾ മാലക്കല്ലിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. രാജപുരം ഫൊറോന വികാരി ഫാദർ ജോസ് അരിച്ചിറ ഉദ്ഘാടനം ചെയ്തു. സെന്റ് മേരീസ് AUP സ്കൂളിൽ വിവിധ പരിപാടികളോടെയാണ് ക്രിസ്മസ് ആഘോഷിച്ചത്. 600ഓളം സാന്താക്ലോസുകളെ ഉൾപ്പെടുത്തി മെഗാ ക്രിസ്മസ് സന്ദേശയാത്ര നഗരം ചുറ്റി നടത്തി. ക്രിസ്മസ് ആഘോഷത്തിൽ രാജപുരം ഫെറോന വികാരി ഫാദർ ജോസ് അരിച്ചിറ ഉദ്ഘാടനം ചെയ്തു. എവിടെയാണ്? ബേത്ലഹേമിൽ തന്നെ പിറവിയുടെ ബസിലിക്കായില് ഏറെ മനോഹരമായിട്ട് ആ സ്ഥലം ഇപ്പോഴും സംരക്ഷിച്ചിരിക്കുകയാണ്. നമ്മുടെയൊക്കെ വ്യക്തിത്വങ്ങൾ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളാകാൻ, ദൈവിക മനുഷ്യരായി മാറാൻ ഈ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോ നിങ്ങളെ സഹായിക്കട്ടെ. നക്ഷത്ര ദീപ്തി രാജാക്കന്മാരെ നയിച്ചതുപോലെ ദൈവവചനത്തിന്റെ പ്രകാശം നിങ്ങളെ ജീവിത പാതയിലൂടെ നയിച്ച് ദൈവിക മനുഷ്യരാക്കി മാറ്റട്ടെ എന്ന സന്ദേശമാണ് നമ്മുടെ ക്രിസ്മസിൻ്റെത്. തുടർന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ സജി MAയും സ്കൂൾ മാനേജർ ഫാദർ ഡിനോ കുമ്മാനിക്കാട്ടിലും അസിസ്റ്റന്റ് മാനേജർ ഫാദർ ടിനോ ചാമക്കാലയും വാർഡ് മെമ്പർ മിനി ഫിലിപ്പും PTA പ്രസിഡന്റ് ബിനീഷ് തോമസും മദർ PTA പ്രസിഡന്റ് സുമീഷ പ്രവീണും 3-ാം വാർഡ് മെമ്പർ സനിത ജോസഫും 5-ാം വാർഡ് മെമ്പർ സാബു CMഉം സംസാരിച്ചു. കുട്ടികളുടെ വിവിധ പരിപാടികൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, രാജപുരം. മെഹ്മൂദിന് കൈത്താങ്ങായി നാട് ഒന്നിച്ചു. തോട്ടം സാന്ത്വനം ക്ലബിന്റെ നേതൃത്വത്തിൽ ബക്കറ്റ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വൃക്കരോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന തോട്ടം സ്വദേശി CH മുഹമ്മദിന്റെ ചികിത്സാ സഹായാർത്ഥം തോട്ടം സാന്ത്വനം ക്ലബ്ബ് സംഘടിപ്പിച്ച ബക്കറ്റ് ബിരിയാണി ചലഞ്ച് നാടിന്റെ സ്നേഹസാന്ത്വനമായി മാറി. ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ പങ്കാളികളായ ചലഞ്ച് വൻ വിജയത്തിലാണ് സമാപിച്ചത്. ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ജീവകാരുണ്യ യജ്ഞത്തിന് കരുത്തേകി കൊടക് MLA AS പൊന്നണ്ണ മഹ്മൂദിന്റെ ചികിത്സാ ഫണ്ടിലേക്ക് 1 ലക്ഷം രൂപ കൈമാറി. കരിക്കൈ പഞ്ചായത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളായ രഞ്ജണ്ണ, പഞ്ചായത്ത് പ്രസിഡന്റ് ബാലചന്ദ്രൻ എന്നിവരുടെ പൂർണ്ണ സഹകരണവും സാന്നിധ്യവും പരിപാടിക്ക് ആവേശമായി. തോട്ടം മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റും ചികിത്സാ സഹായ സമിതി ചെയർമാനുമായ അഷ്റഫ് പാറയിൽ, കൺവീനർ ഷുഹൈബ് സഖാഫി, ഫിനാൻസ് ആഷിഖ് ചെമ്പേരി, കോർഡിനേറ്റർ ഉമ്മർ സഖാഫി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നമ്മുടെ നാട്ടിലെ മഹ്മൂദ് ഇച്ച എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ കിഡ്നി സംബന്ധമായ രോഗം വന്ന് വളരെ പ്രയാസത്തിൽ എറണാകുളത്ത് അഡ്മിറ്റാണ്. അദ്ദേഹത്തിന്റെ കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി തോട്ടം SYS സാന്ത്വനം ക്ലബിന്റെ നേതൃത്വത്തിൽ ഈ നാട് മുഴുവനും ഒരുമിച്ച് കൂടി, അതിൽ രാഷ്ട്രീയമോ സംഘടനാപരമോ അല്ലെങ്കിൽ വേറെ മതപരമായ അതിർവരമ്പുകളൊന്നും നോക്കാതെ എല്ലാവരും ഒരു ജീവന് വേണ്ടി കൈകോർത്ത് ബക്കറ്റ് ബിരിയാണി നടത്തി. അതിൻ്റെ വലിയൊരു പ്രചരണവും അതേപോലെ അതിൻ്റെ സംഘാടനവും വിതരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാ ആളുകളും ഇതിനുവേണ്ടി സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ. SYS കാഞ്ഞങ്ങാട് സോൺ നേതാക്കൾ, തോട്ടം സാന്ത്വനം ക്ലബ് പ്രവർത്തകർ, വിവിധ മഹൽ കമ്മിറ്റികൾ, സാംസ്കാരിക കൂട്ടായ്മകൾ, ക്ലബ്ബുകൾ എന്നിവർ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയതോടെ ചലഞ്ച് നാടിന്റെ ഉത്സവമായി മാറി. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴകം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. കല്യോട്ട് ഭഗവതി ക്ഷേത്ര കഴകം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി.
മഹോത്സവത്തിന്റെ ഭാഗമായി രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, തന്നിത്തോട് ചാമുണ്ടി എന്നീ ദൈവങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് കല്ല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര കഴക കളിയാട്ട മഹോത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കല്ല്യോട്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷലഹരിയിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം ഉൾക്കൊണ്ട് പ്രാർത്ഥനകളും ആഘോഷങ്ങളുമായി ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ഉത്സവമാക്കുവാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിൽ വിശ്വാസികൾ. കുമ്പള ആരിക്കാടി ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനാണ് ശ്രമമെന്ന് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. സംഭവത്തിലെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും കെ ശ്രീകാന്ത്. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിനും പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിനും അരികിലുള്ള കുഴി അപകട ഭീഷണി ഉയർത്തുന്നു. അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തം. കാസർഗോഡ് ജില്ലയിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിലെ 94.72% പേരെ SIR പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുവാൻ സാധിച്ചതായി ജില്ലാ കളക്ടർ. കേരളയാത്രയുടെ മുന്നോടിയായി ജില്ലയിലെമ്പാടും നടക്കുന്ന സന്ദേശയാത്ര 25-ന് പടന്നയിൽ നിന്നും പ്രയാണം തുടങ്ങും. ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും. NREG വർക്കേഴ്സ് യൂണിയൻ സ്റ്റേറ്റ് ബാങ്ക് തൃക്കരിപ്പൂർ ശാഖയ്ക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് കാലിക്കടവ് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ മര ഉരുപ്പടിശാലയിൽ വൻ തീപിടുത്തം. പ്ലെയിനർ മെഷീനും അനുബന്ധ ഉപകരണങ്ങളും മര ഉരുപ്പടികളും കത്തി നശിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.